അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുചിത്വം. വൃത്തിയില്ലാത്ത വസ്ത്രവും ശരീരവും പരിസരവും വ്യക്തിയെ എപ്പോഴും മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കും. ഏതുതരം പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടയാൾക്ക് തൻ്റെ ശരീര പരിസര വൃത്തിയില്ലായ്മ മാനസികമായ ഒരു തരം അസ്വസ്ഥതയുണ്ടാക്കും. ശുചിത്വമില്ലായ്മ കൂടപ്പിറപ്പായവന് മാനസിക സമ്മർദ്ദങ്ങളും കൂടപ്പിറപ്പായിരിക്കും. ശുചിത്വമില്ലാത്തവൻ്റെ സ്വഭാവത്തിലും അത് സ്വാധീനിക്കും. ഉള്ളറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ പോലും ഒരു പക്ഷേ ആ വ്യക്തിക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. മാനസിക സംതൃപ്തിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ വ്യക്തി പരിസര ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേവലം അത് വൈയക്തികമായ ശീലമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ രീതിയാണത്. കൂടാതെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം കൂടിയാണത്. വൃത്തിയും ശുചിത്വവുമാണ് മുസ്ലിമിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. ഇസ്ലാമിക നാഗരികതയുടെ നല്ല ശീലങ്ങളിൽ ഒന്നാണത്. അതുകൊണ്ടാണ് ശരീരവും വസ്ത്രവും പരിസരവും എപ്പോഴും ശുദ്ധിയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ ഉത്ബോധനം നടത്തിയിരുന്നത്. പശ്ചാത്താപിക്കുന്നവരെയും ശുചിത്വം പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. പലപ്പോഴും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമയെക്കുറിച്ചുള്ള വർണ്ണനകൾ നാം കേൾക്കാറുണ്ട്. തിരുദൂതരുടെ പുഞ്ചിരിയെക്കുറിച്ചുള്ള പ്രസ്താവനകളടക്കം വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ഇത്തരം വിശേഷണങ്ങൾ സമ്മേളിച്ച അവിടുത്തെ ജീവിതം വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും വലിയ പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാം. മുത്തുനബി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ദന്തശുചീകരണമാണെന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. വളരെ ദരിദ്ര സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന തിരുദൂതർ വൃത്തിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നില്ല. ലളിതമായ ജീവിതത്തിനിടയിലും തൻ്റെ അനുചരർക്ക് ഉത്തമ മാതൃകയായി വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും പരിസര ശുചിത്വത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല തവണയായി ഉണർത്തിയിരുന്നു. നിങ്ങളുടെ മുറ്റങ്ങൾ നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം എന്ന തിരുവചനം അവിടുന്ന് പരിസര ശുചീകരണത്തിന് നൽകിയ ഒരു പ്രാധാന്യത്തെ വിളിച്ചോതുന്നുണ്ട്. മദീനക്കടുത്തുള്ള ഖുബാ നിവാസികളുടെ ശുചിത്വ ബോധത്തെ അല്ലാഹു തആല ഖുർആനിലൂടെ ഇങ്ങനെ പറയുന്നു. അതും തൗബ അധ്യായത്തിലെ 108-ാം വചനത്തിൽ, ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദു ഉസിസ്സ അല തഖ്വ മിൻ അവ്വലി യൗമി അഹഖു അൻ തഖൂമ ഫീഹി റിജാലൻ യുഹിബ്ബൂന അൻ യതതഹറു അല്ലാഹു യുഹിബ്ബുൽ മുതഹ്ഹിരീൻ. ഈ ആയത്തിനെ അല്ലാഹു തആല പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. പരിസരം സുന്ദരവും ശുചിത്വപൂർണവുമാക്കാൻ പ്രവാചകൻ അനുചരരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മലിനമാക്കുന്നവരെ വിമർശിക്കുകയും ചെയ്തിരുന്നു. സുഗന്ധച്ചെടികൾ നട്ടുവളർത്താൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ലോകാവസാനമാണെന്ന് അറിഞ്ഞാൽ പോലും നിങ്ങളുടെ കയ്യിലുള്ള വൃക്ഷത്തെ നടണമെന്ന പ്രശസ്തമായ വചനം ഓർക്കുക. കെട്ടിനിൽക്കുന്ന വെള്ളവും അരുവികളും അശുദ്ധമാക്കും വിധം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കരുതെന്ന് പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരീരം ശുദ്ധമാക്കും വഴി ഹൃദയ ശുദ്ധീകരണത്തിന് സാഹചര്യമൊരുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. 5 നേരത്തെ നമസ്കാരത്തോടൊപ്പം വായ വൃത്തിയാക്കൽ നിർബന്ധമാക്കാത്തത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയതുകൊണ്ട് മാത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശുചിത്വം സമൂഹത്തിൻ്റെ കടമയാണ്. ഒരാൾ അതിൽ പരാജയപ്പെട്ടാൽ പ്രയാസം ഒരു സമൂഹത്തിനാകെയാണ്. ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും വൃത്തി കാത്തു സൂക്ഷിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇസ്ലാം സർവ്വലൗകികവുമായ സർവ്വകാലികവുമായ മതമാണെന്ന് പറയുന്നത്. വൃത്തിയുള്ളവരാവാനും അതുവഴി പരലോക വിജയം നേടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.